തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശൂർ കോർപ്പറേഷൻ 50ാം ഡിവിഷൻ അയ്യന്തോളിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നതും ഇവിടുത്തെ സ്ഥാനാർത്ഥികളെയാണ്. അയ്യന്തോളില് ഒരു മാറ്റം അനിവാര്യമാണ്. അയ്യന്തോൾ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വത്സല ബാബുരാജാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ മാറണം എന്ന് ആഗ്രഹിക്കുന്നത്? 3 ടേമായിട്ട് ഇവിടെ BJP വാർഡായിരുന്നു. ഇപ്പോൾ ഒരു ഡീലിമിറ്റേഷൻ വന്നപ്പോൾ ഉദയനഗർ എന്ന് പറയുന്നൊരു ഏരിയ 50ാം ഡിവിഷൻ അയ്യന്തോളിനോട് കൂട്ടിച്ചേർത്തു. തീർച്ചയായിട്ടും ഉദയനഗറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ മുരടിപ്പാണ് ഇപ്പോൾ കാണുന്നത്. ആ മുരടിപ്പ് മാറ്റി പച്ചപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ റോഡുകൾ ഉദയനഗർ ഭാഗത്ത് ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ വരുന്നത് വെള്ളം, വെളിച്ചം, ഇവിടെ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ വളരെ ദയനീയാവസ്ഥയിലാണ് പോകുന്നത്. എങ്ങനെയാണ് രാഷ്ട്രീയത്തിലോട്ടുള്ള ഒരു കടന്നുവരവ്? രാഷ്ട്രീയത്തിലോട്ട് കടന്നു വരുന്നത് ഒരു ബൈ ഇലക്ഷനിലൂടെ ഒരു LDFന്റെ കൗൺസിലറായിരുന്നു. അവർക്ക് PSC പോസ്റ്റിംഗ് കിട്ടി. ജോലിക്ക് പോയപ്പോൾ ആ വീക്കെൻഡിലാണ് കടന്നു വരുന്നത് തന്നെ. ഇതുവരെയുള്ള നാട്ടുകാരുടെ ഭാഗത്തുള്ള ഒരു പ്രതികരണം എങ്ങനെയുണ്ട്? നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം, വീട്ടിലിരിക്കില്ല, ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ്. അയ്യന്തോളില് LDF സ്ഥാനാർത്ഥിയായി, അതും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ലതാ സിദ്ധകുമാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? പ്രചരണമൊക്കെ നല്ല രീതിയിൽ പോകുന്നു. ഓരോ വോട്ടർമാരുടെ വീട്ടിൽ കയറി ഇറങ്ങി വോട്ടുകൾ അഭ്യർത്ഥിച്ചു. അപ്പോൾ അവരുടെ ഭയങ്കര അനുകൂലമായിട്ടാണ്. എങ്ങനെയാണ് രാഷ്ട്രീയത്തിലോട്ടുള്ള ഒരു കടന്നുവരവ്? ചാരിറ്റബിളായിട്ട് തുടങ്ങിയ എല്ലാവരുമായിട്ട് നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് ഈ LDF നേതാക്കളും SNDP നേതാക്കളും വന്ന് നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാണ് നാടിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ജനങ്ങളുടെ ഏറ്റവും പ്രധാന പ്രശ്നം റോഡാണ്. യാത്രാ സൗകര്യം തീരെ ഇല്ല എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അതിൽ ഉദയനഗറിലെ റോഡ് വളരെ മോശമാണ്. കുട്ടികൾ, സ്ത്രീകൾ, വയസ്സായവർക്കൊന്നും നടക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ആ റോഡിനാണ് പ്രധാനമായി കാണുന്നത്. വികസിത അയ്യന്തോളിനായി ഇവിടെ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ശ്രീലത കുന്നമ്പത്താണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയാണ് രാഷ്ട്രീയത്തിലോട്ട്? ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഈ പ്രസ്ഥാനവുമായി സഹകരിച്ചു പോകുന്ന ആൾ തന്നെയായിരുന്നു. ഇപ്പോൾ കൂടുതലായി ഇതിലോട്ട് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. മത്സരമായിട്ടാണ് കൂടുതലും ഞാൻ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടാണോ? അല്ല, 2000 ഞാൻ മത്സരിച്ചിരുന്നു. തൃക്കൂരായിരുന്നു ഞാൻ അന്ന് താമസിച്ചിരുന്നത്. അപ്പം അന്ന് അവിടെ മത്സരിച്ചിരുന്നു. അപ്പൊ NDA ആണ് വീണ്ടും ഇപ്രാവശ്യം NDA തന്നെ ആയിരിക്കും മുന്നോട്ട്? തീർച്ചയായും. അപ്പൊ ആൾക്കാരുടെ മാത്രമുള്ള ഒരു പ്രതികരണമൊക്കെ എങ്ങനെയുണ്ട്? വളരെ നല്ല പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വികസന കാഴ്ചപ്പാടുകൾ? മോദി സർക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന എല്ലാ പദ്ധതികളും നമ്മുടെ സാധാരണക്കാരിലേക്ക് എത്രത്തോളം എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം എത്തിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഏറ്റവും പ്രധാനമായിട്ട് ഈ ഭാഗത്ത് ഞങ്ങൾക്ക് വെള്ളക്കെട്ട് വല്ലാതെ രൂക്ഷമായിട്ടുള്ളതുണ്ട്. അപ്പോൾ എത്രത്തോളം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ഈ വെള്ളക്കെട്ട് ഇല്ലാതാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. ഏറ്റവും വാശിയേറിയ പോരാട്ടമാണ് അയ്യന്തോളിൽ നടക്കുന്നത്. ഇനി അയ്യന്തോളിലെ വോട്ട് ആര് വരുതിയിലാക്കുമെന്ന് കണ്ടറിയാം. ക്യാമറമാൻ പ്രവീണിനോടൊപ്പം പ്രിയങ്ക, TCV ന്യൂസ്.